ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്, ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഫീലിംഗ്, അടുത്തതായിട്ട് കറൻറ്റ് എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്. എന്താണ് ആക്ഷൻ എന്ന് നോക്കാം. എന്ത് ആക്ഷനാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്, നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്. പിന്നെ എന്തായിരിക്കും ഔട്ട്കം, നിങ്ങളിങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഔട്ട്കം. ഓക്കെ, ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളോട് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്കുണ്ട്. വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം നല്ലോണം ഉണ്ട്, പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്കറിയില്ല. ഏത് രീതിയിലാണ് അത് പ്രകടിപ്പിക്കേണ്ടത് എന്ന് അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇത് ഒരു വളരെ കാലമായിട്ടുള്ളൊരു സ്നേഹമായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് അവർക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് അവരോടുള്ള മനോഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലെ കുടുംബത്തിലെ സാമ്പത്തികമായി നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്ഡാണ് വന്നിരിക്കുന്നത്. ആൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകളോ കാരണങ്ങളോ കൊണ്ട് സാമ്പത്തികമായിട്ട് വീട്ടിലെ കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ മറ്റ് പെങ്ങന്മാരോ അല്ലെങ്കിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റാരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ജാമ്യം നിന്നിട്ട് പണം നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആളൊരു സാമ്പത്തിക, നിങ്ങളുടെ പാർട്ട്ണർ ആര് തന്നെ ആയാലും ആണായാലും പെണ്ണായാലും നിങ്ങളുടെ പാർട്ട്ണർ ഒരു സാമ്പത്തിക പരാധീനതയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് അവരോടുള്ള, അവരതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ കറൻറ്റ് എനർജി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 ഓഫ് സോഴ്സ് റിവേഴ്സ്ഡാണ് ലഭിച്ചിരിക്കുന്നത്. 4 ഓഫ് സോഴ്സ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു റിവേഴ്സൽ കാണുമ്പോഴത്തേക്ക് പറയുന്നത് നിങ്ങൾ രണ്ട് പേർക്കും ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ്, ഒരു ഇറിറ്റേഷൻ, പിന്നെ ഒരു മനസ്സമാധാനം ഇല്ലായ്ക, ആകപ്പാടെ ഒരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയില്ലേ, എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു മുറുമുറുപ്പ്, ഓപ്പൺ ആയിട്ടുള്ള അടി എന്നല്ല പറയുന്നത്, ഒരു മുറുമുറുപ്പ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങളത് തുറന്നതിനെ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്. പരസ്പരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതേ പേടി, നിങ്ങൾക്കും അതേ പേടി. അത് വലിയ കലഹങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ വഴി തെളിയിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ മുതലെടുക്കുമോ എന്നുള്ളൊരു പേടി. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് ആണ് ഇപ്പം നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി ആയിട്ട് കാണുന്നത്. ഇനി യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് പറഞ്ഞിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് രണ്ടുപേരോട് പരസ്പരം സ്നേഹിക്കാനാണ് പറയുന്നത്. ആ ഫാമിലി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയെല്ലാം മാറ്റി വയ്ക്കുക. നമ്മൾ പണം വേണം അല്ല എന്നല്ല ഞാൻ പറയണത്, വേണം, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പണം മാത്രം പോരാ. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എന്താ പറയുക, നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളാണ് പാർട്ട്നേഴ്സ് ആകുമ്പോഴത്തേക്ക്. മാരീഡ് കപ്പിളാണെങ്കിലും ആരായാലും അങ്ങനത്തെ ഇതൊക്കെ ഒരു പരീക്ഷണ ഘട്ടമായിട്ട് കണക്കാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്രത്തോളം ദൃഢമാണ് എന്നുള്ളൊരു പരീക്ഷണം. ഇതെല്ലാവർക്കും ഉണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ്. ആരുടെ ജീവിതത്തിലായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. എപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊള്ളുന്നില്ല. അതില്ലാത്ത ഒരു ദമ്പതികളും അല്ലെങ്കിൽ ഒരു കപ്പിൾസും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തൽക്കാലത്തേക്കുള്ള ചെറിയ ചെറിയ ഒരു തടസ്സങ്ങളായിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സപ്പോർട്ട് ചെയ്യാനും ഉള്ളൊരു അവസരമായിട്ട് ഇതിനെ കണക്കിലെടുത്തിട്ട് ആ രീതിയിൽ നല്ലൊരു ഫാമിലി ഹാപ്പിനെസ്, കുട്ടികളും എല്ലാവരും കൂടിയുള്ള നല്ലൊരു ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് യൂണിവേഴ്സ് വേണ്ടതെല്ലാം യൂണിവേഴ്സ് തരാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഇനി
നിങ്ങൾക്കുള്ള ആക്ഷൻ, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് വെച്ചാൽ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ആറ്റിറ്റ്യൂഡും എല്ലാ ചിന്താഗതികളും അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറാവണം എന്നാണ് പറയുന്നത്. എളുപ്പമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെയാണ് ദൈവം അതിന് നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കാണ് അതിനുള്ള ഒരു മനഃശക്തിയും കഴിവും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണ് ഇതിൽ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. പാർട്ട്ണറെക്കാളും നിങ്ങൾക്ക് തന്നെയായിരിക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വിജയിയായിട്ട് ഏറ്റവും അധികം നിങ്ങളാണ് ഷൈൻ ചെയ്യാൻ പോകുന്നത്. ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ഓഫ് വാൻഡ്സ് ആണ്. വളരെ കഷ്ടപ്പെട്ട് നേടിയ ഒരു വിക്ടറി അതാണ് ഉണ്ടാവാൻ പോകുന്നത്. എളുപ്പമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഈ കടലിലെ തിരമാലകളും മാതിരി അത് ഇങ്ങനെ പലതിങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് എപ്പോഴാണോ നമ്മുടെ കുടുംബജീവിതമാണ് വഞ്ചി മുങ്ങിപ്പോകാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ആരും തുഴയാതിരിക്കുന്നില്ല. തുഴഞ്ഞേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ. നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ട്, ഇമോഷണലി നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം അവരുടെയൊക്കെ ഉത്തരവാദിത്തം നമ്മളുടെ മേലുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ജയിക്കാനാണ് നമ്മളെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രയത്നിച്ച് ജയിക്കാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ പരാജയപ്പെട്ടിട്ട് പിൻവാങ്ങാനല്ല. പ്രത്യേകിച്ച് ടാരോക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സ്പിരിച്വലി ഒരു വിളി ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കാണാൻ തോന്നുള്ളൂ. അപ്പം നിങ്ങളൊക്കെ പ്രശ്നങ്ങൾ അതിജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പാതയുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാതയിലൂടെ പോകേണ്ടി വരും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടായാലും വിജയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഏറ്റവും അവസാനം ലഭിക്കുന്നത്. ഇനി നമുക്ക് ഓറക്കിൾ കാർഡ്സും കൂടി എടുക്കാം. എന്താണ് ഓറക്കിൾ കാർഡ്സ് വഴി നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്നും കൂടി നോക്കാം. കോപം. മോശം വ്യക്തി, കപട വാഗ്ദാനങ്ങൾ നൽകി മറ്റുള്ളവരെ പറ്റിക്കുന്ന വ്യക്തി, ഊർജ്ജസ്വലനായ നേതാവാണെങ്കിലും ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ല. ഇങ്ങനൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആരോ ഈ രീതിയിലുണ്ട്. അപ്പോൾ അവർ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കാണ് ഇത്തരത്തിലുള്ള കോപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് നിയന്ത്രിക്കാൻ നോക്കുക. എന്തൊക്കെ കഴിവുണ്ടെന്നുണ്ടെങ്കിലും അനിയന്ത്രിതമായ കോപം, തീരെ കോപം വരണ്ടെന്നല്ല പറയണത്, വരേണ്ടടുത്തൊക്കെ വരണം. അനിയന്ത്രിതമായ കോപം നമ്മളെ മാസ്റ്റർ ചെയ്യാൻ സമ്മതിക്കരുത്. നമ്മളെ മൈൻഡിനെ കീഴടക്കാൻ കോപത്തിന് അനുവദിക്കരുത്. അടുത്തത് ക്ഷേമം. പ്രണയബന്ധത്തിൽ വളരെ വിചാരണ നേരിടും. ഞാൻ പറഞ്ഞല്ലോ, പല തടസ്സങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ നേരിടേണ്ടി വരും. ശൂന്യമായ വാഗ്ദാനത്തിൽ പെടാതിരിക്കുകയും വേണം. മാനസിക നില മെച്ചപ്പെടുത്തി അനുരാഗം തുറന്ന് പറയാൻ തയ്യാറാവുക. ഇതൊരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ഒരുപാട് പേര് കാണുന്നതല്ലേ, ഓരോരുത്തരുടെ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ തുറന്ന് പറയാനാണ് പറയുന്നത്. ആരോടെങ്കിലും അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾക്കുള്ള ഇഷ്ടം അത് മൂടി വയ്ക്കുകയല്ല, തുറന്ന് പറയണമെന്നാണ് പറയുന്നത്. അടുത്തത് ധ്യാനം. അശ്രദ്ധ സന്തോഷത്തെയും ആനന്ദമാകുന്ന അനുഭവത്തെയും കളയും. ജ്ഞാനം ലഭിക്കാൻ നേർക്കാഴ്ച ആവശ്യമാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ സ്പിരിച്വൽ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കുറേശ്ശെ പ്രാർത്ഥന, മെഡിറ്റേഷൻ, ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആവാൻ നോക്കുക. നിങ്ങൾ ഏത് റിലീജിയൻ ആയാലും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഫോഴ്സ്, നമ്മളുടെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനോട് കണക്ട് ചെയ്യാൻ നോക്കുക. മുന്നറിയിപ്പ്. തീവ്രമായ ശ്രമം വിജയം കാണും. ഞാൻ പറഞ്ഞല്ലോ, 9 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം കണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയം സാധിക്കും. തണുത്ത മാനസിക ഊർജം തകർച്ചയുടെ മുന്നറിയിപ്പാണ്. അപമാനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. നിങ്ങളെ പലതരത്തിലും പലരും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ അപമാനത്തിൽ തളർന്നു പോവാതെ ശക്തമായി പരിശ്രമിച്ച് മുന്നേറുക. നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജയിച്ചേ മതിയാവൂ. നമുക്ക് വേണ്ടിയിട്ട് വിജയിക്കണം. നമ്മൾ ആരാണ് നമ്മൾ സ്നേഹിക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിജയിക്കണം. അധികാര സ്ഥിരത ആഗ്രഹിക്കുന്ന വ്യക്തി, ദേഷ്യം വളരെ ഈ കോപം വളരെ വളരെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ദേഷ്യം വളരെ കുഴപ്പം പിടിച്ച ന്യായാധിപൻ, എല്ലാവരെയും നിയന്ത്രണത്തിലാക്കിയ ഏകാധിപതി. ഇങ്ങനെ ഒരു പക്ഷേ ടോക്സിക്കായ നാർസിസ്റ്റിക്കായ ആരെങ്കിലും
നിങ്ങളുടെ റിലേഷനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കാം, ചില വീട്ടിൽ തന്നെയുള്ളവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ആരാണ് നമുക്കറിയില്ല. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫൈനലി നമുക്ക് പറയാനുള്ളത്, വ്യക്തികൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ജീവിതം നമ്മുടെയാണ്. ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ സമയത്ത് നിങ്ങൾ ശ്രമിക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ്. തോറ്റ് പിന്മാറരുത്. ഒരുപാട് നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ബന്ധം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണോ, എന്താ വേണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഇതിൽ തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കറണ്ട് എനർജി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.